നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിലെ സൈബർ യുദ്ധ തന്ത്രങ്ങൾക്കെതിരെ ഇറാൻ തിരിച്ചുകയറി ചൊറിയുകയാണ്. അതും ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച്. അതിന്റെ ഉഗ്രമായ ഉദാഹരണമാണ് ഇസ്രയേലിൽ ആണവായുധം വീഴുമെങ്കിൽ എന്ത് സംഭവിക്കും. ഇറാൻ പുറത്തുവിട്ട AI വീഡിയോ. ഈ AI വീഡിയോ ഏത് യുദ്ധമേഖലയിലും നടന്നേക്കാവുന്ന സൈക്കോളജിക്കൽ അറ്റാക്കിന്റെ ഏറ്റവും ശക്തമായ ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. ഇസ്രയേലിൽ ആണവായുധം പ്രയോഗിച്ചാൽ എങ്ങനെയായിരിക്കുമെന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം. പക്ഷേ ഇത് വെറും കാഴ്ചയുടെ കാര്യമല്ല. ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ ഉപദേഷ്ടാവിന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്നാണ് ഈ വീഡിയോ പുറത്തു വന്നത്. അതായത് ഒരു രാജ്യത്തിന്റെ അകത്തളത്തിൽ നിന്നാണ് ഇപ്പോഴത്തെ ആണവ ഭീഷണി പുറത്തു വന്നത്. ഈ വീഡിയോയുടെ പ്രസക്തി ഏറെ വിപുലമാണ്. കാരണം ഇത് ഇറാന്റെ ഔദ്യോഗിക നിലപാടാണോ അതോ മനഃശാസ്ത്രം എന്ന പേരിൽ ഇസ്രയേലിന്റെ ഭീതികൾ ഉയർത്തുവാനുള്ള ഒരു നിശബ്ദ സയോപ്സ് ആണോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച. ഒരൊറ്റ വീഡിയോ പുറത്തുവിട്ട് തന്നെ ഇസ്രയേലിലെ സമാധാനം കെടുത്തിയിരിക്കുകയാണ് ഇറാൻ. ഒന്ന് കരുതിയിരുന്നോളൂ, അധികം കഴിച്ചാൽ ആണവായുധം പ്രയോഗിച്ചേക്കുമെന്ന മുന്നറിയിപ്പായിരിക്കണം ഈ വീഡിയോയിലൂടെ ഇറാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്രയേലിൽ ആണവായുധം പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് പുറത്തു വന്നത്. ഈ സ്റ്റോറി പങ്കുവച്ചത് ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ ഉപദേഷ്ടാവിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്നാണ്. മുഹമ്മദ് ബാഗർ ഖലീബയുടെ ഉപദേഷ്ടാവ് മെഹ്ദി മൊഹമ്മദിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇസ്രയേലിന്റെ മാപ്പിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. AI ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്ന ഇസ്രയേൽ നടപടിയാണ് ഇറാനെ ചൊടിപ്പിച്ചതെന്ന് വേണം കരുതാൻ. ജൂൺ 23-ന് ഇറാന്റെ തലസ്ഥാനമായ എവിൻ ജയിലിൽ ഇസ്രയേൽ സൈന്യം ബോംബ് ആക്രമണം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ആക്രമണത്തെ മുൻകൂട്ടി കാണിക്കുകയും തടവുകാരെ മോചിപ്പിക്കുവാൻ ഇറാനികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പോസ്റ്റുകൾ പേർഷ്യൻ ഭാഷയിൽ സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ബോംബുകൾ പൊട്ടി നിമിഷങ്ങൾക്കുള്ളിൽ ഈ ജയിലിന്റെ പ്രവേശന കവാടത്തിൽ സ്ഫോടനം നടന്നതായി അവകാശപ്പെടുന്ന വീഡിയോയും പ്രചരിക്കപ്പെട്ടു. എക്സിലെ ഒരു പോസ്റ്റിൽ പേർഷ്യൻ ഭാഷയിൽ ഫ്രീവിൻ എന്ന ഒരു ഹാഷ്ടാഗും ഉണ്ടായിരുന്നു. ജയിലിന് നേരെ ഉണ്ടായ ഈ ആക്രമണം യാഥാർത്ഥ്യമായിരുന്നു. പക്ഷേ പിന്നീട് ആക്രമണം നടത്തിയ സ്ഥലങ്ങൾ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട പലതും AI സാങ്കേതികവിദ്യയുടെ നിർമ്മിതികളായിരുന്നു. ഇസ്രയേലിന്റെ ഈ തന്ത്രത്തിന് കനത്ത തിരിച്ചടിയാണ് ഇറാന്റെ AI വീഡിയോ. സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ് അഥവാ സയോപ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഇൻഫർമേഷൻ വാർഫെയറിന് യുദ്ധത്തോളം തന്നെ പഴക്കമുണ്ട്. ടെഹ്റാൻ സർക്കാരിലുള്ള വിശ്വാസം ഇല്ലാതാക്കുവാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി ഇസ്രയേൽ തുടങ്ങിവെച്ച ഡിജിറ്റൽ യുദ്ധം ഇപ്പോൾ ഇസ്രയേലിന് തന്നെ തിരിച്ചടിയാവുകയാണ്. ഇറാൻ ഒരു വീഡിയോ മാത്രമേ പുറത്തുവിട്ടുള്ളൂ എങ്കിൽ പോലും ഇസ്രയേലിനെ പേടിപ്പിക്കാൻ അത് തന്നെ ധാരാളമാണ്. വീഡിയോ മെഹ്ദി മൊഹമ്മദി ഉടൻ പിൻവലിച്ചുവെങ്കിലും ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഇന്റർനാഷണൽ വീണ്ടും പുറത്തുവിടുകയായിരുന്നു. തൊട്ടു പിന്നാലെ വിശദീകരണമായി മെഹ്ദി രംഗത്തെത്തി. തന്റെ പേജിന്റെ അഡ്മിനാണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തതെന്നും ഉടൻ ഡിലീറ്റ് ചെയ്തുവെന്നും മെഹ്ദി വിശദീകരിച്ചു. താൻ വ്യക്തിപരമായി ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിന് എതിരാണ്. അത് ഇറാന്റെ പ്രതിരോധമാകുമെന്നും കരുതുന്നില്ല. അത് അങ്ങേയറ്റം സങ്കീർണമായ വിഷയമാണെന്നും മെഹ്ദി പറഞ്ഞു. ഇസ്രയേലിന് കനത്ത പ്രഹരമേൽപ്പിച്ചത് ആണവായുധം കൈവശം വെച്ചിട്ടല്ല എന്നും ഉക്രൈൻ റഷ്യയുമായി പിടിച്ചു നിൽക്കുന്നതും ആണവായുധമുള്ളത് കൊണ്ടല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ആണവായുധങ്ങളുടെ സൈനിക ഉപയോഗം മിക്ക രാജ്യങ്ങളും കരുതുന്നതിലും പരിമിതമാണെന്ന് മെഹ്ദി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മാസമായിരുന്നു ഫോദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെല്ലാം പ്രധാന ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക വ്യോമാക്രമണങ്ങൾ നടത്തിയത്. ഇസ്രയേൽ ഇറാനെതിരായ ആക്രമണങ്ങൾ ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിലായിരുന്നു ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് അമേരിക്ക ആക്രമണം നടത്തിയത്. ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തിൽ മിസൈലുകൾ വർഷിച്ചുകൊണ്ടായിരുന്നു അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ഇറാൻ മറുപടി നൽകിയത്. ഇനി ഇറാനെതിരെയുള്ള ആക്രമണം തങ്ങൾക്ക് വൻ തിരിച്ചടിയായേക്കുമെന്നും അമേരിക്ക ഒന്നാമത് എന്ന തന്റെ നയത്തിന് കോട്ടം തട്ടിയേക്കാമെന്നും ട്രംപ് വല്ലാതെ ഭയപ്പെട്ടു. ഇതായിരുന്നു ഇറാൻ ഇസ്രയേൽ വെടിനിർത്തലിൽ കലാശിച്ചതും. അതേസമയം ഇസ്രയേലിന്റെ കാര്യമാണ് കഷ്ടം. സ്വന്തം തന്ത്രങ്ങൾ തിരിഞ്ഞുകൊത്തുമ്പോൾ ഇറാൻ പുറത്തുവിട്ടിരിക്കുന്ന AI വീഡിയോ ഇസ്രയേലിനെ കുറച്ചൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. ഇറാൻ ആണവായുധം പ്രയോഗിച്ചേക്കുമോ എന്ന ഭയം ഇസ്രയേലിനെ വീണ്ടും വിടാതെ പിടികൂടിയിരിക്കുകയാണ്. ഭാവിയിൽ യുദ്ധമുണ്ടായാൽ എന്ത് സംഭവിക്കും? ആണവായുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടാൽ ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടും. വൈദ്യുതി, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെല്ലാം തകർന്നു പോകും. മലിനീകരണം, ഊർജ്ജസമ്പത്ത് തകർച്ച, ഭക്ഷ്യക്ഷാമം തുടങ്ങിയ പ്രത്യാഘാതങ്ങൾ വർഷങ്ങളോളം നീളും. ഇന്ത്യ ഉൾപ്പെടെ ഗൾഫ് മേഖലയിലെ പ്രവാസികൾ ജീവൻ രക്ഷിക്കുവാൻ പോലും കഴിഞ്ഞേക്കില്ല. വിമാനയാത്രകൾ നിർത്തപ്പെടും. വിദേശത്ത് കുടുങ്ങുന്ന മലയാളികൾക്ക് തിരികെ എത്തുവാൻ പോലും പാടുപെടേണ്ടി വരും. ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് ജോലി നഷ്ടമാകാം. സുരക്ഷാ സംവിധാനങ്ങൾ തകർന്നു പോകും.
ഇറാനും ഇസ്രയേലും തമ്മിൽ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ സൈബർ പ്രചാരണ യുദ്ധം യാഥാർത്ഥ്യമായി ആയുധങ്ങളിലേക്ക് മാറുമോ എന്നത് ലോകം ആശങ്കയോടെ കാത്തിരിക്കുന്ന ചോദ്യമാണ്. കൃത്രിമ ബുദ്ധിയിലൂടെ ആരംഭിച്ച ആ ഭീഷണി ഒരിക്കൽ യാഥാർത്ഥ്യമായി മാറിയാൽ അതിന്റെ പ്രത്യാഘാതം ലോകം ഇപ്പോഴെഴുതുന്ന ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെടും. അതുകൊണ്ട് തന്നെ അടുത്ത 6 മാസങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ ഭാവി മാത്രമല്ല, ലോകത്തിന്റെ സമാധാന ഭാവിയും നിർണ്ണയിക്കും. ഇതിനിടെ തന്നെ ഇറാനു നേരെ വീണ്ടും ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കുവാൻ തയ്യാറെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രയേലുമായി 12 ദിവസം നീണ്ട യുദ്ധത്തിൽ നൽകിയ പ്രഹരത്തേക്കാൾ വലുതായിരിക്കും അതെന്നും മുന്നറിയിപ്പ് നൽകി. ഇറാൻ സർക്കാർ TV വഴി പുറത്തുവിട്ട പ്രസ്താവനയിലാണ് US-ഉം ഇസ്രയേലും പുതിയ ആക്രമണം നടത്തിയാൽ ശക്തിയായി തിരിച്ചടിക്കുമെന്ന് ഖമനി അറിയിച്ചത്. ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കാതെ US-മായി ആണവ ചർച്ചയ്ക്കില്ലെന്ന് പാർലമെന്റും വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണം നടത്തില്ലെന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതിനിടെ തന്നെ ചെങ്കടലിൽ വിവിധ മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ 750 ടൺ ആയുധങ്ങൾ പിടിച്ചെടുത്തതായും യമൻ അധികൃതർ അറിയിച്ചു. നാവിക വ്യോമ മിസൈൽ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ആധുനിക റഡാർ ഉപകരണങ്ങൾ, ഡ്രോണുകൾ, വയർ ടാപ്പിംഗ് ഉപകരണങ്ങൾ, ആന്റി ആർമൽ മിസൈലുകൾ, B-10 പീരങ്കികൾ, ട്രാക്കിംഗ് ലെൻസുകൾ, സ്നൈപ്പർ റൈഫിളുകൾ, വെടിമരുന്ന്, മറ്റു സൈനിക ഉപകരണങ്ങൾ എന്നിവ പിടിച്ചെടുത്ത ആയുധങ്ങളിൽ ഉൾപ്പെടുമെന്ന് യമൻ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ അംഗവും നാഷണൽ റെസിഡൻസ് ഫോഴ്സസിന്റെ കമാൻഡറുമായ താരിഫ് മുഹമ്മദ് സാലിഹ് എക്സിലൂടെ അറിയിച്ചു. സിറിയൻ സൈനിക ആസ്ഥാനത്ത് ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ 5 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ ആക്രമണം ട്രൂസിനെ സഹായിക്കുവാൻ പിടിച്ചെടുത്ത ചരക്കിന്റെ വീഡിയോയും യമൻ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടു. ഇതിൽ ഒരു കപ്പലിൽ പുതിയതും അത്യാധുനികവുമായ ഒട്ടേറെ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും കാണിക്കുന്നുണ്ട്. ഇറാനിൽ നിന്ന് ഹൂതികൾക്ക് അയച്ച ചരക്കാണ് പിടിച്ചെടുത്തതെന്നും സാലിഹ് പറഞ്ഞു. അതേസമയം ഹൂതീസ് ആയുധ സംഘത്തിന് പ്രതികരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട യമൻ സർക്കാർ ഹൂതികൾക്ക് ഇറാൻ ആയുധങ്ങളും സൈനിക സഹായവും നൽകുന്നുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. സിറിയൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്തിന് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം ഉണ്ടാകുമ്പോൾ ആക്രമണത്തിൽ 5 സുരക്ഷാ സൈനികർ മരിക്കുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സുവൈദയിലെ വിഭാഗീയ ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഡമാസ്കസിലേക്ക് എത്തുന്നതിനിടെയായിരുന്നു ഇസ്രയേൽ സേന സിറിയൻ സൈനിക ആസ്ഥാനം ആക്രമിച്ചത്. സിറിയൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപം ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിറിയൻ പ്രതിരോധ മന്ത്രാലയത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് സമീപമാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യവും വ്യക്തമാക്കി. ദക്ഷിണ സിറിയയിലെ സുവൈദ പ്രവിശ്യയിൽ സർക്കാർ സേനയ്ക്കെതിരെ പോരാടുന്ന ട്രൂസ് ഗോത്ര വിഭാഗത്തെ പിന്തുണയ്ക്കുവാനാണ് ഇസ്രയേൽ വ്യോമാക്രമണം ഉണ്ടായത്. സംഘർഷം തുടങ്ങിയതിനു ശേഷം തെക്കൻ സിറിയയിൽ സർക്കാരിന്റെ സേനയുടെ വാഹന വ്യൂഹങ്ങൾക്ക് നേരെ ഇസ്രയേൽ തുടർച്ചയായി വ്യോമാക്രമണം നടത്തുകയും അതിർത്തിയിൽ സൈന്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.